ഈ കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് സിംഗപ്പൂർ എത്താറായി. 40 മിനിറ്റുള്ള അടുത്ത ഫ്ലൈറ്റിന് എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അടുത്ത ട്വിസ്റ്റ് നടന്നത്. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പുള്ളി ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വണ്ടിയിലേക്ക് കയറാൻ പറയുന്നു. ആ വണ്ടിയിൽ കയറി നിന്നിട്ട് വണ്ടി വളരെ സ്ലോയിലാണ് പോകുന്നത്. നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ വണ്ടി സ്ലോയിലാണ്. 6 എന്നാണ് അതിന്റെ സ്പീഡ് കണ്ടത്. അതൊരു നല്ല ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സിംഗപ്പൂർ എയർലൈൻസിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു VIP ട്രീറ്റ്മെന്റ് പോലെയാണ് ഫീൽ ചെയ്തത്. ഞങ്ങളുടെ സീറ്റ്, അതായത് കൊച്ചി ടു സിംഗപ്പൂർ, ഞങ്ങളുടെ സീറ്റ് ഓൾമോസ്റ്റ് പുറകിലായിരുന്നു. അപ്പൊ പുറകിൽ അറിയാലോ, ഈ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം പുറകിലുള്ള ആളുകൾ ഇറങ്ങാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ 40 മിനിറ്റ് സമയമുള്ളൂ. 40 മിനിറ്റിൽ വലിയൊരു എയർപോർട്ടാണ് ഈ സിംഗപ്പൂരിലെ ചാങ്കി എന്ന് പറയുന്നത്. അപ്പൊ ഈ എയർപോർട്ടിൽ ഈ ടെർമിനലിലെ ഈ ഗേറ്റ് കണ്ടുപിടിച്ച്, സെയിം ടെർമിനൽ തന്നെയായിരുന്നു, ടെർമിനൽ നമ്പർ 3 ആയിരുന്നു. അപ്പോൾ ഗേറ്റ് ഒക്കെ കണ്ടുപിടിച്ച് എങ്ങനെ പോകും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സിംഗപ്പൂർ എയർലൈൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വേൾഡിലെ ഏറ്റവും നല്ല എയർലൈൻസിൽ ഒന്ന് എന്ന് പറയുന്നത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇത് അവരുടെ കോട്ടസിയുടെ ഭാഗമാണ്, നമുക്ക് കിട്ടുന്ന സർവീസ് ആണ്. പക്ഷെ വളരെയധികം ഇംപ്രസ്ഡ് ആയി. കാരണം ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ എപ്പോഴും കിട്ടുന്ന ഒന്നല്ലല്ലോ.